അതെ, ഞാൻ എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഒരു കുക്കറി ഷോയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അത്ഭുതമായിരിക്കും. കാരണം ഞാൻ പൊതുവെ കിച്ചണിൽ കയറാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും എനിക്കറിയാവുന്ന ഒരു ചെറിയ സ്നാക്കാണ് ഞാൻ ഇന്നിവിടെ. കണ്ടിട്ടത്ര ചെറുതാണെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് സമൃദ്ധയുടെ പരീക്ഷണം എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്താ സമൃദ്ധ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉന്നക്കായ. ഉന്നക്കായ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലബാർ ഏരിയ, ഞാൻ കണ്ണൂർക്കാരിയാണ്. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ കഴിച്ച് പരിചയിച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ ഉന്നക്കായ എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് സമൃദ്ധയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്കാണെന്ന് തോന്നുന്നു. എനിക്കും എൻ്റെ അനിയത്തിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്കാണ്. എൻ്റെ അമ്മൂമ്മയും അമ്മയും ഒക്കെ നന്നായി കുക്ക് ചെയ്യുന്ന, അവരെല്ലാ ഡിഷസും നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ ആ കൈപ്പുണ്യം അത്രയും വേണ്ട, ഇത് എൻ്റെ തുടക്കമായതുകൊണ്ട് നമുക്ക് ഹോപ്പ് ചെയ്യാം നന്നായി വരട്ടെ. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഇതിനിപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് ഇതിപ്പോൾ വെച്ചിട്ട്. അത് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ പഴം യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി പഴുത്തതാവരുത്. ലൈറ്റായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. അത് സ്റ്റീം ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത്, നെയ്യ്, പഞ്ചസാര ഒരു ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരുള്ളൂ. പിന്നെ ഏലക്കായ പൊടിച്ചത്. ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് നന്നായി വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഇത് ശരിക്കും 2ആയി കട്ട് ചെയ്ത് ഇതിനുള്ളിലത്തെ നാരൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്യണം. നന്നായി സ്മാഷ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലത്തെ ഫില്ലിങ് ചെയ്യാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതെ ലോലിട്ട് ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം ചൂടായി വരുമ്പോൾ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് ഇടാം. 1 കപ്പ് തേങ്ങ ചിരകിയത്. ഈ തേങ്ങയുടെ ഒരു പച്ച ചുവ മാറുന്ന വരെ അതിനകത്ത് നമുക്ക് പഞ്ചസാര അരിയണം. പഞ്ചസാര ഇഷ്ടത്തിനനുസരിച്ച് മധുരം കുറേ വേണ്ടുന്നവർക്ക് കുറേ അരിയാം. ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും. ഇതൊന്നും ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചമ്മലുണ്ട് എനിക്ക്. അങ്ങനെ ചമ്മേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഏലക്കായ പൊടിച്ച് വെച്ചത് ഒരു പിഞ്ച് മാത്രം, ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. ഇതിനകത്ത് വേണമെങ്കിൽ റീസൻസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കാം. പക്ഷെ എനിക്ക് പൊതുവേ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതെ, എൻ്റെ ഇഷ്ടത്തിനായതുകൊണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ റൈസൻസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ ഉന്നക്കായ 2 രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ തേങ്ങയും പഞ്ചസാരയും വെച്ച് ഇത് തന്നെ മുട്ട വെച്ച് ചെയ്യും. പൊതുവെ മുസ്ലിംസ് നോൻപ് തുറക്കൊക്കെ ചെയ്യുന്നതാണ് ഉള്ളിൽ മുട്ട വെച്ചിട്ട്. പക്ഷെ എനിക്കിഷ്ടം ഉള്ളിൽ തേങ്ങ വെച്ച് ചെയ്യുന്നതാണ്. മതിയാവും തോന്നുന്നു. ചെറിയ ലൈറ്റ് ആ ഒരു വൈറ്റ് കളർ ഒന്ന് മാറി അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ പഞ്ചസാര മൊത്തം അതില് അലിഞ്ഞു. പിന്നെ പഞ്ചസാര ഇട്ടതുകൊണ്ട് ഒരുപാട് നിന്ന് സംസാരിക്കുമ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. കാരണം പഞ്ചസാര അലിയും തോറും ഇത് അടിയിൽ പിടിച്ചുകൊണ്ടിരിക്കും. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മതിയാവും. അപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. മണം വരും. അതെ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര മണം കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്.
അല്ലെങ്കിൽ തേങ്ങ വറുക്കുമ്പോൾ വീടിന്റെ ഉമ്മറത്ത് വരുന്നവർക്ക് അതിന്റെ മണം കിട്ടും. അതെ അതെ. ഇത് ആക്ച്വലി അമ്മ എപ്പോഴും സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോൾ എനിക്കും അനിയത്തിക്കും എപ്പോഴും വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് വേണം. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അമ്മ നല്ലൊരു പാചക വിദഗ്ധയാണെന്ന് കേട്ടിട്ടുണ്ട്. അമ്മ നല്ല കുക്കാണ്. അമ്മ ആക്ച്വലി അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കൊണ്ടുപോകാറുണ്ട്. അപ്പം അമ്മ ഒരു ബിരിയാണി എക്സ്പെർട്ടാണ്. സമൃദ്ധിക്ക് കണ്ണൂർ ഒരു റെസ്റ്റോറൻ്റ് അല്ലേ? അച്ഛന് ഹോട്ടൽ ബിസിനസ്സാണ്. അച്ഛന് 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം ആക്ച്വലി ഭക്ഷണം കണ്ടും കഴിച്ചും ഒക്കെ രുചിച്ചും ഒക്കെ ഒരുപാട് പരിചയം. അതെ, എന്ത് വേണമെങ്കിലും. പക്ഷെ എനിക്ക് അമ്മ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് കൂടുതൽ. പുറത്തിപ്പോൾ വേറെ ഹോട്ടൽസിൽ പോയി പുറത്ത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടം. ഉണ്ടാക്കുന്നത്. അതെ, എന്തൊക്കെ പറഞ്ഞാലും 1 മാസത്തെ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കാൻ ഇഷ്ടം. അതുപോലെ അമ്മയെ അടുക്കളയിൽ സഹായിക്കുമോ എന്നൊരു ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ചെയ്യുന്നത് കാണാനും കണ്ടു പഠിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. കാരണം അമ്മയും അമ്മമ്മയും അനിയത്തിയും എല്ലാവരും നന്നായി കുക്ക് ചെയ്യും വീട്ടിൽ. അവന് എനിക്ക് ചാൻസ് കിട്ടാറില്ല. ഞാൻ പലപ്പോഴും ഇവരുണ്ടാക്കിയതൊക്കെ കഴിക്കാനാണ് ഞാൻ. എന്നാലും അവർ ഒരു പ്രാവശ്യമെങ്കിലും ആഗ്രഹിക്കത്തില്ലേ സമൃദ്ധയുടെ കൈ കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും കഴിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു എക്സ്പേർട്ട് കുക്കൊന്നും അല്ല. അത് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നത് അമ്മയും പണ്ട് അങ്ങനെയായിരുന്നു, സമയം വരുമ്പോൾ എല്ലാവരും പഠിച്ചോളും, പതിയെ പതിയെ പഠിച്ചോളും. അപ്പം അതുപോലെയാണ് ഞാനും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനി ഈ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിനുള്ളിൽ ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നെയ്യ് കയ്യിൽ തടവിൽ ഒട്ടിപ്പിടിക്കും. ഈ പഴം ശരിക്കും നമ്മൾ ഈ സ്മാഷ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നാടൻ രീതിയിൽ അമ്മിയിലൊക്കെ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ അവിടെ എല്ലാ വീട്ടിലും ഇപ്പം ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഗ്രൈൻഡറിൽ വെച്ചിട്ട് ചെയ്യാനും. പിന്നെ തടിത്തവിയോണ്ട് അടിച്ച് നന്നായിട്ട് ഉടച്ചാലും മതി. ഇത് ആ പാകം കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ആണ് പ്രശ്നം. പഴം ഒരുപാട് പഴുത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടില്ല നമുക്ക്. അതുപോലെ ഉടയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഇതാവാൻ പാടില്ല. ഉടയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലിക്വിഡ് ആവാൻ പാടില്ല. ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് സാധാരണ ഇലയിലൊക്കെ വെച്ച് ആണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഞാനൊരു കൊച്ചു എക്സ്പെർട്ട് ആയത് കാരണം കൈ വെച്ച് ഷേപ്പ് ചെയ്താലും മതി. അതാണ് ഈ ഒരു ഷേപ്പിലാണ് ഇത് സാധാരണ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു. ഇതിൽ ശർക്കര ചേർക്കാൻ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. ഞങ്ങളൊക്കെ മലബാർ ഏരിയയിൽ കൂടുതലും പഞ്ചസാര വെച്ചാണ് ചെയ്യുന്നത്. കഴിച്ചും ശീലം അങ്ങനെയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് അധികം സമയം എടുക്കത്തില്ല ഇല്ല, ഇതിന് ശരിക്കും സമയം എടുക്കുന്നത് ഈ പഴം പുഴുങ്ങാനും അത് കറക്റ്റ് പാകത്തിന് കിട്ടുന്നതാണ്. ശരിക്കും വരികയാണെങ്കിലും പെട്ടെന്ന് പഴം ഉണ്ടെങ്കിൽ നെയ്യും പഞ്ചസാരയും എല്ലാവരും അതെ അതെ അതെ. അപ്പം അതുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. മധുരമുള്ള അല്ല, അതെ, ഹെൽത്തിയാണ്. പഴം സാധാരണ എനിക്കൊന്നും പഴം അല്ലാതെ രീതിയിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എത്ര പഴം വേണമെങ്കിലും കയറും വയറ്റിനകത്ത്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തോ സമൃദ്ധിക്ക് സ്നാക്സിലാണെങ്കിലും? എനിക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീമാണ്. ഐസ്ക്രീം എനിക്ക് അത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു ദിവസം 4-5 ഐസ്ക്രീം കഴിക്കുന്നത്. വിശ്വസിക്കത്തില്ല അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. ദൈവം സഹായിച്ച് എൻ്റെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും പെട്ടെന്ന് അങ്ങനെ വണ്ണം വയ്ക്കില്ല. പക്ഷെ അത് താങ്ക് ഗോഡ്. അതെ, പക്ഷെ അത് വിചാരിച്ചുകൊണ്ട് എനിക്ക് എപ്പോഴും ഐസ്ക്രീം എൻ്റെ വീട്ടിലുണ്ടാവും എന്നല്ല അതിനർത്ഥം. പക്ഷെ എന്നാലും ഐസ്ക്രീം എന്നില്ല. എൻ്റെ കാര്യത്തിൽ ഒരു ഡയറ്റ് കൺട്രോളും ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി എണ്ണയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഷാലോ ഫ്രൈ ആണ് കുറച്ചുകൂടെ ഹെൽത്തി. കുറച്ച് നെയ്യ് യൂസ് ചെയ്യും. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ
ഇത് നന്നായിട്ട് 4 സൈഡും നല്ല നന്നായിട്ട് മൂത്താൽ ഒരു നല്ല മണമൊക്കെ വരും ഇപ്പോൾ. സമൃദ്ധ, എനിക്ക് തോന്നുന്നു തിരക്കഥയിലും വാസ്തവം പിന്നെ ഇവർ വിവാഹിതരായ ഇതിലെല്ലാം നല്ലൊരു എക്സ്പേർട്ട് കുക്കായിട്ടാണ് സമൃദ്ധനെ കാണുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള മിക്ക സിനിമയിലും ഞാനൊരു നല്ല കുക്കാണ്. അതെ, ഇവർ വിവാഹിതരായാലും ഞാൻ നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസൊക്കെ ഞാൻ പറയുന്നില്ല. മോശമാണെന്ന് തോന്നുന്നില്ല. ഈ ഒരു സമൃദ്ധ എനിക്ക് തോന്നുന്നു പാചകത്തിനെ കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്ന. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് പാചകത്തിനെ കുറിച്ച് പ്രാക്ടിക്കലി അറിയില്ല എന്നുള്ളൂ. തിയറി പാട്ട് എനിക്ക് അറിയാം, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതുവരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് ശീലമില്ലാത്തതാണ് എൻ്റെ പ്രശ്നം. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരുമല്ലോ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിൽ എന്താണ്? ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഹാപ്പി ഹസ്ബൻഡ്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബാങ്കോക്കിൽ പോയപ്പോൾ ബാങ്കോക്കിൽ ശരിക്കും തായ് ഫുഡ് പോകുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ് എല്ലാ തായ് ഫുഡിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ട്രൈ ചെയ്യണം എന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ അവിടെ ഈ പാറ്റയും വണ്ടും പുഴുവും ഒക്കെയാണ് അവർ കഴിക്കുന്നത് കൂടുതലും. അയ്യോ, എനിക്കതിനുള്ള അത്രയും ഗട്സ് ഇല്ലാത്ത കാരണം ഞാൻ ശ്രമിച്ചില്ല. പക്ഷേ ജയേട്ടൻ ഒരെണ്ണം കഴിച്ചു, ഒരു പുഴുവിനെയൊക്കെ കഴിച്ചു. പക്ഷെ അല്ലാതെ എനിക്ക് പൊതുവേ പുറത്ത് വേറെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡിഷൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ നാട്ടിലത്തെ ഭക്ഷണം തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. നാടൻ ഫുഡിനോട് ഇഷ്ടമാണ്, അങ്ങനെ ഒരു അഡിക്ഷൻ ഒന്നുമില്ല. എനിക്കിപ്പം ഒരു മാസത്തോളം ചോറും മീൻകറിയും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. പിന്നെ എനിക്ക് ചോറിനോട് ഒരു ഇച്ചിരി വിദ്വേഷം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പൊതുവെ ചോറ് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. ഞാൻ ചോറുണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഐസ്ക്രീമാണ് എൻ്റെ വീക്ക്നെസ്. എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തന്നിട്ടില്ല. എന്നെ ഒരു റൂമിൽ ഐസ്ക്രീം മാത്രം തന്നിരുത്തി കഴിഞ്ഞാൽ ഞാൻ അത്രയും സന്തോഷവതിയായിരിക്കും. വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു സക്സസ് ആയി വരുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ഇനി അത് വേറൊരാൾ കഴിച്ച് ചേച്ചി കഴിച്ചിട്ട് നല്ലത് പറയണം. എൻ്റെ അടുത്ത് പരീക്ഷണം ഇല്ല, ഇത് ധൈര്യത്തോടെ കഴിക്കാവുന്ന ഒരു ഡിഷാണ്. കണ്ടിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ വന്നത്. ഈ ഒരു പാകത്തിന് ഒരു സൈഡ് കുറച്ച് നന്നായി ബ്രൗൺ ആയിട്ടും അടുത്ത സൈഡ് ഇത് വരുമ്പോൾ ആണ് അത് ഉന്നക്കായ ആയിട്ട് മാറുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാവർക്കും. അത് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മധുരം മാത്രം ലൈക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഒരുപാട് മധുരം വേണ്ട. പഴം മധുരമുള്ളതായതുകൊണ്ട് തേങ്ങ ഫില്ല് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് മധുരം ആഡ് ചെയ്താൽ മതി. ഇനി മാറ്റാം. രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ അങ്ങനെ വിജയകരമായി എൻ്റെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. പക്ഷേ വളരെ എന്താ പറയുക, എനിക്ക് ആ ഷേപ്പ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം സംഗ ചേച്ചി കഴിച്ചു നോക്കിയിട്ട് കാണാം, അതൊന്നും ഡിക്ലെയർ ചെയ്യാൻ എങ്ങനെയാണ്. ചൂട് കാണും. എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പേടിയൊന്നുമില്ല കേട്ടോ. ഇല്ല, അല്ല, അങ്ങനെ ആയിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം എപ്പോഴായാലും. പേടിക്കണ്ട, ധൈര്യത്തോടെ പറഞ്ഞു. എന്താ തോന്നുന്നത്? നന്നായിട്ടുണ്ട്. കറക്റ്റ് എന്താ പറയാ, അതിന്റെ പ്രൊപ്പോർഷൻ എല്ലാം കറക്റ്റ് തന്നെയാണ്. മധുരം എല്ലാം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ സമൃദ്ധ പറഞ്ഞതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും ഇടാത്ത ഇത് അല്ലേ ടേസ്റ്റ്. എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ ചില സമയത്ത് ചിലരുണ്ടാക്കും അങ്ങനെ. മധുരവും ഉണ്ട്, ചെറിയൊരു പുളിരസവും കിട്ടും ഈ പഴത്തിന്റെ.